ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ VN വാസവൻ ഇതാ തുറമുഖ വകുപ്പ് ലഭിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുന്നത്. ഒപ്പം പുരാവസ്തു മ്യൂസിയം വകുപ്പുകളും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുന്നു. ശ്രീജിത്ത്, നേരത്തെ ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു CPM മന്ത്രിമാരുടെ വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്ന്. ഇതാണോ പ്രധാനപ്പെട്ട ഒരു മാറ്റം? മറ്റേതെങ്കിലും വകുപ്പുകളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ? വിനിത, നേരത്തെ പ്രചരിച്ച അഭ്യൂഹങ്ങളിൽ ഏതാണ്ട് ശരിയായി വന്നിരിക്കുന്നു. നേരത്തെയും ഇത്തരത്തിൽ ഈ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു മാറ്റമാണ് പ്രവചിച്ചിരുന്നത്, അതാണ് പ്രചരിച്ച് കേട്ടിരുന്നതും. എന്തായാലും അത് ശരിയായിരിക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പ് നിലവിൽ സഹകരണ മന്ത്രിയായിരുന്ന VN വാസവനാണ് കൈവശം വെച്ചിരുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ആ വകുപ്പ് മാറ്റി പുതിയ മന്ത്രിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുന്നു. അപ്പോൾ നേരത്തെ അഹമ്മദ് ദേവർഗോൾ കൈകാര്യം ചെയ്ത തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കൊടുക്കാതെ രജിസ്ട്രേഷൻ വകുപ്പ് നഷ്ടപ്പെട്ട VN വാസവന് മാറ്റിക്കൊടുക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വകുപ്പ് വെച്ചുമാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും തുറമുഖ വകുപ്പ്, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതി പോലുള്ള നിർണായക പദ്ധതികളടങ്ങുന്ന തുറമുഖ വകുപ്പ് CPM വകുപ്പ് മന്ത്രിയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. CPM ആ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. കാരണം ഈ സുപ്രധാന വകുപ്പിൻ്റെ നിർവഹണം ഘടകകക്ഷി മന്ത്രിമാരെ കൊണ്ട് നിർവഹിക്കുന്നതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടത്ര ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഒരു വേഗത അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്നുണ്ടായിരുന്നു. എന്തായാലും കേരളത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി അടങ്ങുന്ന തുറമുഖ വകുപ്പ് ഇപ്പോൾ VN വാസവനിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പകരം രജിസ്ട്രേഷൻ വകുപ്പ് കോൺഗ്രസ് എസിന്റെ മന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുകയും ചെയ്യുന്നു. മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ മാറ്റമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ സൂചനകളിൽ ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള സ്വപ്ന പദ്ധതികളാണ് തുറമുഖ വകുപ്പിന് കീഴിലുള്ളത്. അതിന്റെ സമരം ഉൾപ്പെടെ കൈകാര്യം ചെയ്തതിൽ പല അതൃപ്തികളും ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ CPM ഈ വകുപ്പ് ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? ഇപ്പോൾ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടോ, ഈ വാസവനും ഒഴികെ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. എന്തായാലും കാര്യമായ മാറ്റങ്ങളില്ല, ചെറിയ ചില മാറ്റങ്ങളുണ്ട് എന്ന് മാത്രമാണ് നേരത്തെ CM ഓഫീസും മറ്റും സ്ഥിരീകരിച്ചിരുന്നത്. എന്തായാലും ആ മാറ്റം എന്താണെന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായി പുറത്തുവിട്ടിരിക്കുന്നത്. തുറമുഖ വകുപ്പ് VN വാസവനിലേക്ക് വന്നിരിക്കുന്നു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതി പോലുള്ള സുപ്രധാന പദ്ധതികൾ കൈയാളുന്ന തുറമുഖ വകുപ്പ് ഇനിയിപ്പോൾ ഗൾഫിനും കേരളത്തിനുമിടയിൽ രാജ്യാന്തര കപ്പൽ സർവീസ് അടക്കം നടത്താൻ പോകുന്ന തുറമുഖ വകുപ്പ്, ഈ വകുപ്പ് CPMലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. പകരം രജിസ്ട്രേഷൻ വകുപ്പ് VN വാസവൻ സഹകരണ വകുപ്പിനൊപ്പം കൈകാര്യം ചെയ്തിരുന്ന രജിസ്ട്രേഷൻ വകുപ്പ് ഘടകകക്ഷി മന്ത്രിയായ ഇന്ന് അധികാരമേറ്റ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകിയിരിക്കുന്നു. വിഴിഞ്ഞം പോലുള്ള സുപ്രധാന പദ്ധതി അടങ്ങുന്ന തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ രാഷ്ട്രീയ വ്യാകരണം അതുതന്നെയാണ്. എന്തായാലും മറ്റു മന്ത്രിമാർക്ക് വകുപ്പുകൾ മാറ്റമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ലഭ്യമാകുന്ന വിവരം. എന്തായാലും മുഖ്യമന്ത്രി വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് ഫയൽ അയച്ച് ഗവർണർ അംഗീകാരത്തോടെ വിജ്ഞാപനം ഇറങ്ങുമ്പോൾ മാത്രമായിരിക്കും നമുക്കിനി എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ പൂർണ്ണമായും ഒരു അന്തിമമായിട്ടൊരു വ്യക്തത വരിക.